നമ്മൾ ഈ തയ്ച്ചതിൻ്റെ ബാലൻസ് നൂലൊക്കെ ഒത്തിരി ഇങ്ങനെ കുരുങ്ങി വരും. ഒരു സീസൺ കഴിയുമ്പോൾ ഇപ്പോൾ യൂണിഫോം വർക്കൊക്കെ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഞങ്ങൾക്കും ഇങ്ങനെ ഒത്തിരി നൂല് പല കളറിലുള്ള ഇങ്ങനെ കുരുങ്ങി വരും. പിന്നെ ഇതൊരു കൂടിൻ്റെ അകത്തിട്ട് വെക്കും. അപ്പോൾ ഒരു പുതിയ ഐഡിയ തോന്നി എന്നാണെന്നറിയാം, നമ്മൾ ഇതുപോലെ 2 ട്രേ മേടിക്കുക. കണ്ടോ, 2 ട്രേ മേടിച്ചിട്ട് രണ്ടും ഇതുപോലെ ചാരി വെക്കണം. ഒന്ന് തിരിച്ചും ഒന്ന് മറിച്ചും ചാരി വെച്ചാൽ ഇത് സ്റ്റെപ്പായിട്ടിരിക്കും ഇങ്ങനെ. എന്നിട്ട് എന്നാ വെച്ചാൽ ഇതുപോലെ നൂല് നമുക്ക് കളർ ബേസിൽ അടുക്കി വെക്കാം. ഒരെണ്ണം അടുക്കി ഫില്ല് ചെയ്ത് ഇവിടം വരെ ആയി കഴിയുമ്പം ഇത് തിരിച്ച് അങ്ങോട്ട് വെക്കണം. എന്നിട്ട് അത് ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ച് വെച്ചാൽ അതിലും നമുക്ക് നൂല് ഒട്ടും ഇതാകാതെ ഇത് മേൽവശം വരെ നമ്മളിങ്ങനെ ചെയ്താലും ഒരു കാരണവശാലും ഇത് മറിഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല. അപ്പം നമുക്ക് ട്രേയിൽ എടുത്ത് വെക്കാനും വളരെയധികം എളുപ്പമായിരിക്കും. അപ്പം പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ അടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു വലിയ സന്തോഷം തോന്നുന്നു, ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ അടുക്കി വെക്കുമ്പോൾ നമുക്ക് ഒരു നൂലെടുത്ത് തയ്ക്കാനുള്ള ഒരു വലിയൊരു മനോഭാവം തോന്നും. രാവിലെയൊക്കെ വന്ന് നമ്മളിങ്ങനെ അടുക്കിയിരിക്കുന്നത് കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഞാൻ ചെയ്യാനുള്ള അതുകൂടാതെ കണ്ട ഞാൻ എൻ്റെ കടയിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു നോക്കും. മണി പ്ലാന്റുകളൊക്കെ വെച്ച് ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പല ഭാഗത്തിരിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ ഒരു മണി പ്ലാന്റൊക്കെ വെക്കുകയും ഒരു കുപ്പിക്കകത്ത് വെക്കുകയും ചെയ്യണം. അതിൻ്റെ ഐതിഹ്യം എത്രത്തോളമാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നമുക്ക് ഈ പച്ചപ്പൊക്കെ ഒന്ന് കാണുമ്പോൾ ഈ ഫാനൊക്കെ ഇടുമ്പോൾ ഇവനൊക്കെ ഒന്ന് തളർത്ത് കാണുമ്പോൾ ഒരു മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും. അതുപോലെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു വലിയ ഘടകമാണ്. ഈ തയ്യൽ ജോലി എത്ര ഇതാണേലും ചെറിയൊരു മൂഡ് ഓഫ് പോലും നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് ഈ തയ്യൽ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ലേഡീസ് വർക്കൊക്കെ ചെയ്യും, വലിയ ഫ്രോക്ക് മോഡൽ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷവും മെഷീൻ്റെ പശ്ചാത്തലവും ഒക്കെ വളരെ ഭംഗിയായിട്ടിരുന്നാൽ നമുക്കതൊക്കെ ഒരു വലിയ മനസ്സിന് ഒരു വലിയ ഘടകങ്ങളാണ്. അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജിയും ദൈവത്തോടൊക്കെ മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ച് മെഷീനിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഇതുപോലൊരു പച്ചപ്പൊക്കെ ഉള്ള നിങ്ങളുടെ ഏത് മുറിയും ആയിക്കോട്ടെ, എല്ലായിടത്തും ചിലപ്പോൾ ഒരുപക്ഷെ നല്ല നല്ല മുറികളും ഒന്നും കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഇടം നല്ല വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഘടകം. അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും മെഷീൻ ഇവിടെ എല്ലാം നല്ലപോലെ തുടച്ച് നല്ല വൃത്തിയാക്കി ആ മെഷീൻ കാണുമ്പോൾ എത്ര പഴകിയ മെഷീൻ ആയിക്കോട്ടെ അത് നമ്മൾ വൃത്തിയായിട്ടൊന്ന് തുടച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് എടുത്ത് കഴിയുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു ഭംഗി നമുക്ക് തോന്നും. പൊടിയൊന്നും പിടിക്കാതെ ഈ സ്റ്റാൻഡിൻ്റെ ഈ ഭാഗങ്ങളിൽ ചുക്കരിയൊക്കെ പിടിച്ചതിന് പലയിടത്തും കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ എത്ര പഴയ മെഷീനാണെങ്കിലും അതെല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം അന്നേരപ്പം തന്നെ നിങ്ങളുടെ മെഷീൻ നിങ്ങൾ ചെക്ക് ചെയ്യണം, സ്റ്റാൻഡിൻ്റെ അടിവശം എല്ലാം. ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഐശ്വര്യം തരും. നിറഞ്ഞ പ്രാർത്ഥനയോടെ.